നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം. ഹസ്തിനപുരവാസം. കാലചക്രം മുന്നോട്ടുരുണ്ടു. പാണ്ഡുവിൻ്റെ മരണം കൊണ്ടുണ്ടായ ദുഃഖം മറവിക്കാട്ടാറിലൂടെ ഒഴുകിപ്പോയി. കുന്തിയും പാണ്ഡവന്മാരും ഹസ്തിനപുരിയിൽ താമസമാക്കി. ധൃതരാഷ്ട്രരുടെ രക്ഷാകർതൃത്വത്തിലും ഭീഷ്മൻ്റെയും വിതുരൻ്റെയും മേൽത്തോട്ടത്തിലും അവർ വളർന്നു വന്നു. ബാലന്മാരായ പാണ്ഡവരും അവരുടെ സമപ്രായക്കാരായ ദുര്യോധനാദികളായ കൗരവന്മാരും ഒരുമിച്ച് കളിച്ചു വളർന്നു. പാണ്ഡവന്മാർ എണ്ണത്തിൽ കുറവായിരുന്നു എങ്കിലും കളികളിൽ 100 പേരേക്കാൾ സമർത്ഥന്മാരായിരുന്നു. ഓട്ടം, ചാട്ടം, ഒളിച്ചുകളി തുടങ്ങിയ എല്ലാറ്റിലും പാണ്ഡവന്മാരെ ജയിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. 100 പേരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് പിടിച്ച് കശക്കുന്നതിന് കഴിയുന്നത്ര കായിക ശക്തി ഭീമനുണ്ടായിരുന്നു. ഭീമൻ 100 പേരിൽ 2ഉം 4ഉം പേരുടെ തലയ്ക്ക് പിടിച്ച് കൂട്ടിയിടിപ്പിക്കുകയും വേദന കൊണ്ട് പുളയുന്ന അവരെ കണ്ട് ചിരിച്ച് രസിക്കുകയും ചെയ്യുമായിരുന്നു. കുളിക്കുന്ന അവസരത്തിൽ കൗരവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കുന്നതും ഭീമൻ്റെ രസകരമായ പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. കൗരവർ പഴം പറിക്കാൻ മരത്തിൽ കയറിയാൽ ഭീമൻ മരം പിടിച്ച് കുലുക്കും. പഴങ്ങളോടൊപ്പം പഴം പറിക്കാൻ കയറിയവരും താഴെ വീഴും. അപ്പോൾ ഭീമൻ കൈകൊട്ടിച്ചിരിക്കും. കൗരവർക്ക് ഒരു കാര്യത്തിലും ഭീമനോട് പകരം വീട്ടാൻ കഴിഞ്ഞില്ല. ഭീമന് ഇതൊക്കെ ബാലസഹജങ്ങളായ ചാബല്യങ്ങളായിരുന്നു. അവന് ദ്രോഹബുദ്ധി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രന് ഭീമനോട് ഈർഷ്യയുണ്ടായി. എങ്കിലും അദ്ദേഹം അത് പുറത്തു കാട്ടിയില്ല. ധൃതരാഷ്ട്രന് തൻ്റെ മൂത്തപുത്രനായ ദുര്യോധനനോട് വളരെയേറെ സ്നേഹമായിരുന്നു. അതിനാൽ ദുര്യോധനൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. ദുര്യോധനനിൽ കൂടിയാണ് അവൻ്റെ സഹോദരന്മാരെല്ലാം അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അച്ഛനിൽ നിന്നും നേടിയെടുത്തിരുന്നത്. തന്മൂലം ദുര്യോധനന് രാജാവിൻ്റെ മുന്നിലും രാജകൊട്ടാരത്തിലും പ്രത്യേകമായ സ്വാധീനവും പ്രാമാണ്യവും ഉണ്ടായിരുന്നു. അവൻ്റെ പ്രമുഖ സ്ഥാനം അവനെ അഹങ്കാരിയും ഗർവിഷ്ഠനും ആക്കി തീർത്തു. പാണ്ഡവന്മാർ ഒരിക്കലും ദുര്യോധനനെ ആശ്രയിക്കുകയോ അവൻ്റെ പ്രാമാണ്യം അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ദുര്യോധനനെ പ്രഹരിക്കുന്നതിന് ഭീമൻ മടിച്ചിരുന്നില്ല. ഭീമനെ ഏതു വിധത്തിലും ഒതുക്കണം എന്നുള്ള ചിന്ത ദുര്യോധനനിൽ വളർന്നു വന്നു. ഭീമനെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു പരിപാടി ദുര്യോധനൻ ആസൂത്രണം ചെയ്തു. ഗംഗാതീരത്തു പോയി താവളമടിച്ച് ഗംഗയിൽ ജലക്രീഡ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത ആ വിവരം ദുര്യോധനൻ എല്ലാവരെയും അറിയിച്ചു. കൗരവന്മാരും പാണ്ഡവന്മാരും ഗംഗാതീരത്തെത്തി. അവിടെ അവർക്ക് തങ്ങുന്നതിനുള്ള കൂടാരങ്ങളും തയ്യാർ ചെയ്തിരുന്നു. എല്ലാവരും ചേർന്ന് ധാരാളം മധുരപലഹാരങ്ങൾ അകത്താക്കി. ഇത്തരുണത്തിൽ കാളകൂട വിഷം ചേർത്ത പലഹാരം ദുര്യോധനൻ സ്നേഹപൂർവ്വം ഭീമന് നൽകി. അവൻ അതൊക്കെ തിന്നുകയും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ജലക്രീഡയ്ക്കായി ഗംഗയിലിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷം ശരീരത്തിൽ വ്യാപിച്ച ഭീമൻ കരയ്ക്ക് കയറി ഒരു കൂടാരത്തിൽ വന്ന് കിടന്ന് ഉറക്കമായി. ഈ തക്കം നോക്കി ദുര്യോധനൻ ഭീമനെ കയറിട്ട് വരിഞ്ഞു കെട്ടി സഹോദരന്മാരുടെ സഹായത്തോടെ പൊക്കിയെടുത്ത് ഗംഗാനദിയിൽ കൊണ്ടു ചെന്നിട്ടു. ഭീമൻ വെള്ളത്തിൽ താണുപോയി. അവസാനം നാഗലോകത്തെത്തി. ഒരു മനുഷ്യൻ തങ്ങളുടെ സങ്കേതത്തിൽ വന്നതിൽ ക്രുദ്ധരായ സർപ്പങ്ങൾ ഭീമനെ കുത്തി. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റപ്പോൾ ഭീമൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷം ഇളകി. അതിൻ്റെ ശക്തി കുറഞ്ഞു. ഭീമൻ ഉണർന്ന് ശരീരത്തിലുണ്ടായിരുന്ന കെട്ടുകൾ പൊട്ടിച്ചു. അവൻ പാമ്പുകളെ ആക്രമിച്ചു. പാമ്പുകൾ അവനെ വീണ്ടും വീണ്ടും കടിച്ചു. പാമ്പുകളുടെ വിഷം ഭീമൻ്റെ ശരീരത്തിൽ വ്യാപിച്ചപ്പോൾ അവനിലുണ്ടായിരുന്ന വിഷത്തിന് തീരെ ശക്തിയില്ലാതെയായി. ഭീമൻ പാമ്പുകളോട് ശക്തമായി ഏറ്റുമുട്ടി. പാമ്പുകൾ ഭയന്നുകൂടി. അവർ അവരുടെ രാജാവായ വാസുകിയുടെ മുന്നിലെത്തി വിവരങ്ങൾ അറിയിച്ചു. വാസുകി ഭീമൻ്റെ അടുത്തെത്തി. ഭീമൻ്റെ വീരപരാക്രമം കണ്ട് അവനെ അഭിനന്ദിച്ചു. 1000 നാഗങ്ങളുടെ ശക്തി നൽകുവാൻ കഴിയുന്ന നാഗരസം നിറച്ച കുടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഭീമന് നൽകുവാൻ വാസുകി ആജ്ഞാപിച്ചു. രസകുംഭങ്ങൾ ഭീമൻ്റെ മുമ്പാകെ എത്തി. അവൻ 8 കുടം രസം നിഷ്പ്രയാസം കുടിച്ചു. അതിനുശേഷം നാഗങ്ങൾ ഒരുക്കിയ തൽപ്പത്തിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ജലക്രീഡ കഴിഞ്ഞ് കുമാരന്മാരെല്ലാവരും കരയ്ക്ക് കയറി. ഭീമനെ മാത്രം കണ്ടില്ല. ഭീമൻ നേരത്തെ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെന്ന് ദുര്യോധനൻ നുണ പറഞ്ഞു. എല്ലാവരും അത് വിശ്വസിച്ചു. കുമാരന്മാരെല്ലാം കൊട്ടാരത്തിൽ തിരിച്ചെത്തി. കൊട്ടാരത്തിലെത്തിയ യുധിഷ്ഠിരൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഭീമനെ പറ്റി അന്വേഷിച്ചു. ഭീമൻ മടങ്ങിയെത്തിയില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇതിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ വ്യസനത്തോടെ വിതുരൻ്റെ അടുക്കൽ പോയി വിവരം അറിയിച്ചു. അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചു. ഭീമന് യാതൊരു വിധത്തിലുള്ള അപകടമുണ്ടാകാതെ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. വിതുരൻ പറഞ്ഞത് വൃഥാവിലാവുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നവർ സമാധാനത്തോടെ ഭീമനെ കാത്തിരുന്നു.
8 കുടം നാഗരസം കുടിച്ച് ഉറക്കം തുടങ്ങിയ ഭീമൻ 8-ാം ദിവസമാണ് ഉണർന്നത്. അപ്പോൾ നാഗങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹേ വീര, നീ കുടിച്ച രസം മഹാവീര്യമുള്ളതാണ്. നിനക്കിപ്പോൾ 10,000 ആനയുടെ ശക്തി ലഭിച്ചിരിക്കുന്നു. നീ ഇനിയും കൊട്ടാരത്തിലേക്ക് പോവുക. നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാത്തിരിക്കുകയാണ്. നാഗങ്ങൾ തന്നെ ഞൊടിയിടയിൽ അവനെ നാഗലോകത്തു നിന്ന് ഭൂമിയിൽ എത്തിച്ചു. ഭീമൻ അമ്മയുടെ അടുത്തെത്തി. കുന്തിദേവി അവനെ ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ചു. സഹോദരന്മാരെല്ലാം ആശ്ചര്യം കൊണ്ട് ആവിഷ്ടരായി ഭീമന്റെ ശരീരത്തിൽ തൊട്ടുനോക്കി. അവർ ആനന്ദക്കണ്ണുനീർ പൊഴിച്ചു. നടന്ന വിവരങ്ങളെല്ലാം വിശദമായി ഭീമൻ എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും അത്യധികം സന്തോഷിച്ചു. ഈ വിവരങ്ങളൊക്കെ ഗോപ്യമായി വെക്കുന്നതാണ് നല്ലത് എന്ന് യുധിഷ്ഠിരൻ അനുജന്മാർക്ക് നിർദ്ദേശം നൽകി. ഭീമനെ വീണ്ടും കണ്ടപ്പോൾ ദുര്യോധനൻ വിലഭ്യനായി. ഭീമനോട് അവനുള്ള അരിശം വർദ്ധിച്ചു. ഏതുവിധേനയും ഭീമനെ കൊല്ലണമെന്ന് തന്നെ നിശ്ചയിച്ചു. ദുര്യോധനയുടെ സഹായികളായി കർണനും ശകുനിയും ഉണ്ടായിരുന്നു. ഭീമന്റെ ശക്തി കൊണ്ടാണ് എപ്പോഴും തങ്ങൾക്ക് തോൽവി ഉണ്ടാകുന്നത് എന്ന് ദുര്യോധനാദികൾ ധരിച്ചിരുന്നതുകൊണ്ട് ഭീമനെ വകവരുത്തിയാൽ പിന്നീട് ഒന്നും ഭയപ്പെടാനില്ല എന്നായിരുന്നു അവരുടെ ചിന്ത. ആകയാൽ ഭീമനെ കൊല്ലുന്നതിന് പിന്നെയും പല വഴികളും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും വായുപുത്രനായ ഭീമൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ക്ഷത്രിയ രാജകുമാരന്മാർ നിർബന്ധമായും അസ്ത്രവിദ്യ അറിഞ്ഞിരിക്കണം. പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും അസ്ത്രാഭ്യാസം നൽകാനുള്ള ചുമതല കൃപാചാര്യർ ഏറ്റെടുത്തു. അദ്ദേഹം ബാല്യകാലം മുതൽക്ക് തന്നെ ശന്തനു മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന പ്രശസ്തനായ ധനുർവേദ ആചാര്യൻ ആയിരുന്നു. ഇനി കൃപാചാര്യർ. ഗൗതമ മഹർഷിയുടെ പരമ്പരയിൽ ശരദ്വാൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേദാധ്യയനത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അസ്ത്രവിദ്യയിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തെ അച്ഛൻ ധനുർവിദ്യ അഭ്യസിപ്പിച്ചു. ശരദ്വാൻ അതിൽ പ്രാവീണ്യം നേടി. അദ്ദേഹം പിന്നീട് വനത്തിൽ പോയി ദിവ്യാസ്ത്രലബ്ധിക്ക് വേണ്ടി തപസ് ചെയ്തു. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് 2 കുട്ടികൾ ഉണ്ടായി, ഒരാണും ഒരു പെണ്ണും. തൻ്റെ തപസ്സിന് ഭംഗം വന്ന അദ്ദേഹം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും പോയി. ആ ഘട്ടത്തിൽ ശന്തനു മഹാരാജാവ് അനുചരന്മാരോടൊപ്പം വനത്തിൽ നായാട്ടിന് വന്നു. അനുചരന്മാരിൽ ഒരുവൻ ഈ കുട്ടികളെ എടുത്ത് രാജാവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം കുട്ടികളോട് കൃപ തോന്നി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി. രാജാവിൻ്റെ കൃപ കൊണ്ട് വളർന്നതിനാൽ ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേരിട്ടു. ഈ കുട്ടികൾ 2 പേരും രുദ്രഗണങ്ങളുടെ അംശാവതാരങ്ങളായിരുന്നു. ശരദ്വാൻ തപോനിഷ്ഠനായി വനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ പരിത്യക്തരായ തൻ്റെ ശിശുക്കൾ കൊട്ടാരത്തിൽ വളർന്നു വരുന്ന വിവരം അറിയാൻ ഇടയായി. അദ്ദേഹം കൊട്ടാരത്തിൽ വന്ന് കുട്ടികളെ കാണുകയും അവരുടെ യഥാർത്ഥ വിവരങ്ങൾ രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു. ശരദ്വാൻ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് കൃപനെ 4 വിധത്തിലുള്ള ധനുർവേദങ്ങളും നാനാതരത്തിലുള്ള അസ്ത്രവിദ്യകളും അഭ്യസിപ്പിച്ചു. ക്രമേണ കൃപൻ ധനുർവേദത്തിൻ്റെ ആചാര്യനായി തീർന്നു. കൗരവന്മാരും പാണ്ഡവന്മാരും ഹിതുക്കളും വിഷ്ണുപുങ്കവന്മാരും നാനാ ദേശത്തു നിന്നു വന്ന രാജാക്കന്മാരും കൃപാചാര്യരിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിച്ചു. കൃപാചാര്യൻ രാജകുമാരന്മാരെ വേണ്ട വിധത്തിൽ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. എങ്കിലും കൃപാചാര്യൻ ചെറുപ്പം മുതൽക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്നതിനാൽ അതിപരിചയം കൊണ്ട് കുമാരന്മാരെ വേണ്ടത്ര വിദ്യാസമ്പന്നരാക്കാൻ അദ്ദേഹം പോരാ എന്നൊരു തോന്നൽ ഭീഷ്മർക്കുണ്ടായിരുന്നു. തന്മൂലം കൃപാചാര്യനേക്കാൾ കുറെ കൂടി കഴിവുള്ള ഒരാചാര്യനെ ഭീഷ്മർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു സംഭവം ഉണ്ടായി. രാജകുമാരന്മാരെല്ലാവരും കൂടി കൊട്ടാരത്തിന് വെളിയിലുള്ള തുറസായ ഒരു സ്ഥലത്ത് പന്ത് കളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പന്ത് അടുത്തുള്ള ഒരു കിണറ്റിൽ വീണു. അതെടുക്കാൻ കുമാരന്മാർ പലവിധത്തിൽ ശ്രമിച്ചുവെങ്കിലും അവർക്ക് അതിന് സാധിച്ചില്ല. അവർ നിരാശരായി ചുറ്റും നോക്കി. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ സൂക്ഷിച്ച് നിരീക്ഷിച്ച് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കറുത്തു മെലിഞ്ഞ ഒരു മനുഷ്യൻ അല്പം അകലെ നിൽക്കുന്നത് കണ്ടു. കുമാരന്മാർ അയാളെ സമീപിച്ച് ആ പന്ത് എടുത്തു കൊടുക്കണം എന്ന് അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് കുമാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷത്രിയരല്ലേ? നിങ്ങളുടെ ശാസ്ത്രം വളരെ മോശം. കിണറ്റിൽ പോയൊരു പന്തെടുക്കുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, കഷ്ടം. മെലിഞ്ഞ മനുഷ്യൻ അയാളുടെ കൈവിരലിൽ കിടന്ന ഒരു മോതിരം ഊരിക്കൊണ്ട് പറഞ്ഞു, ഇതാ, ഈ മോതിരം ഞാൻ കിണറ്റിലിടാം. നിങ്ങളുടെ പന്തും ഈ മോതിരവും കിണറ്റിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. എനിക്ക് ആഹാരം തന്നാൽ മതി. എന്താ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കൃപാചാര്യരുടെ സമ്മതത്തോടു കൂടി ഭവാൻ എന്നും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഭിക്ഷ വാങ്ങുക. മെലിഞ്ഞ മനുഷ്യൻ ഒരു പിടി ഈർക്കിലെടുത്ത് മന്ത്രം ജപിച്ച് അതിന് ശക്തി വരുത്തി അതിൽ ഒരെണ്ണം കിണറ്റിലേക്ക് എറിഞ്ഞു. അത് പന്തിന്മേൽ തറച്ചു കയറി. മറ്റൊരെണ്ണം എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. അത് പന്തിന്മേൽ തറച്ചു നിന്ന ആദ്യത്തെ ഈർക്കിലിനുമേൽ തറച്ചു. ഇങ്ങനെ അനവധി ഈർക്കിലുകൾ ഒന്നിനുമേൽ ഒന്നൊന്നായി തർപ്പിച്ച് അവസാനത്തെ ഈർക്കിലിൽ കയ്യെത്തിപ്പിടിക്കാൻ പരുവമായപ്പോൾ
അതിന്മേൽ പിടിച്ചു പൊക്കി ഈർക്കിലുകളോടൊപ്പം അതിന്മേൽ തറച്ചിരുന്ന പന്തും കിണറ്റിൽ നിന്നും പുറത്തേക്ക് എടുത്തു. കുമാരന്മാർ ഈ മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ട് പകച്ചു നിന്നുപോയി. അതിനുശേഷം അയാൾ തൻ്റെ മോതിരം കിണറ്റിലേക്കിട്ട് അമ്പെയ്ത് മോതിരം അമ്പിനോടൊപ്പം മുകളിലേക്ക് എടുത്തു. ഇതുകൂടി കണ്ടപ്പോഴേക്കും കുമാരന്മാർക്ക് ആ മനുഷ്യനോട് തോന്നിയ ബഹുമാനം ശതഗുണീഭവിച്ചു. അവർ അത്ഭുതം കൂർന്ന മിഴികളോടെ ആ മനുഷ്യനെ നോക്കി നിന്നു. കുമാരന്മാർ ചോദിച്ചു, "ഹേ ബ്രാഹ്മണ, അങ്ങയെപ്പോലെ കഴിവുള്ള ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങ് ആരാണ്? ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം?" ബ്രാഹ്മണൻ പറഞ്ഞു, "നിങ്ങൾ പോയി ഭീഷ്മനോട് ഈ വിവരം പറയുക. അപ്പോൾ ഞാൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു തരും." കുമാരന്മാർ ഭീഷ്മരുടെ അടുത്തെത്തി. കറുത്തുമെലിഞ്ഞ ബ്രാഹ്മണനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഭീഷ്മരെ അറിയിച്ചിട്ട് അദ്ദേഹം ആരാണ് എന്ന് ആരാഞ്ഞു. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് ഭീഷ്മൻ പറഞ്ഞു, "അത് ദ്രോണരാണ്." "ആരാണ് ദ്രോണൻ?" രാജകുമാരന്മാർ ഒന്നു ചേർന്ന് ചോദിച്ചു. ഇനി ദ്രോണാചാര്യർ എന്ന ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.